ആദ്യം ഒന്ന് നിന്നേ. നീ ഞങ്ങളുടെ കൂട്ടരാണ്. 100% ലിറ്ററസി ഉള്ള കേരളത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന വലിയൊരു ക്വസ്റ്റൻ ആണ്, ഞങ്ങളുടെ കൂട്ടരാണോ? നമുക്ക് ഇഷ്ടമുള്ള ഒരു പാർട്ണറെ ചൂസ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മുടെ വീട്ടുകാരും ബാക്കി നാട്ടുകാരും ചോദിക്കുന്ന ചോദ്യമാണ്, നമ്മുടെ കൂട്ടരാണോ മോളെ? നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കോളേജ്, നല്ലൊരു കോളേജ് എടുത്ത് പഠിക്കുമ്പോൾ ആ കോളേജിലെ മാനേജ്മെന്റിനെ കാണുമ്പോൾ ചോദിക്കുന്നത്, നമ്മുടെ കൂട്ടരുടെയാണോ? കൊള്ളാവുന്ന ഭയങ്കര കംഫർട്ടബിൾ ആയ ഒരു ഫ്രണ്ട് സർക്കിൾ എടുത്ത് കഴിയുമ്പോൾ ചോദിക്കുന്നത്, നമ്മുടെ കൂട്ടരാണ് പിള്ളേരൊക്കെ. നമ്മളൊരു ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ പോലും നമ്മുടെ കൂട്ടരുടെ കടയിൽ അവിടെ പോണ്ട, മറ്റേതുണ്ടല്ലോ ഷാരി, നമ്മുടെ കൂട്ടരാ, അവിടെ പോയാൽ മതി. വാട്ട് ഇസ് മീൻ ബൈ ദിസ് നമ്മുടെ കൂട്ടർ? മനുഷ്യരെല്ലാരും ഒറ്റ കൂട്ടരല്ലേ? എനിക്കറിയാൻ പാടില്ലാന്നിട്ട് ചോദിക്കുക. ഇത്രത്തോളം കാസ്റ്റ് സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്ന വേറൊരു സ്ഥലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സീരിയസ്ലി ആയിട്ട് ഉണ്ടോ? ഞാൻ ഇപ്പൊ പഠിക്കാനായിട്ട് പുതിയൊരു കോളേജ് ചൂസ് ചെയ്ത് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങി. അതിനുശേഷം നാട്ടിലൊരു ഫംഗ്ഷൻ എന്നപ്പം കുടുംബത്തിൽ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ആന്റീൻ്റെ അടുത്ത് ചോദിച്ചാൽ, മോളെ കോളേജൊക്കെ എങ്ങനെയുണ്ട്? ആന്റി നൈസ് നൈസ്, അടിപൊളി കോളേജ്. എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് ഒക്കെ? ആന്റി കുഴപ്പമൊന്നുമില്ല, നല്ല ഫ്രണ്ട്സ് ഒക്കെ. പിന്നെ നമ്മുടെ കൂട്ടരാണോ മോളെ അവരൊക്കെ? നമ്മുടെ കൂട്ടരാണ്. നമുക്ക് ഒരു ഫ്രണ്ടിനെ ചൂസ് ചെയ്യണമെങ്കിൽ അത് നമ്മുടെ കൂട്ടരാണ് നോക്കണം. നമുക്കൊരു പാർട്ണർ ചൂസ് ചെയ്യണമെങ്കിൽ അത് നമ്മുടെ കൂട്ടരാണ് നോക്കണം. നമുക്കൊരു ഡ്രസ്സ് വാങ്ങാൻ ഒരു കടയിൽ പോണെങ്കിൽ നമ്മുടെ കൂട്ടരുടെ കടയാണ് നോക്കണം. നമ്മളൊരു കോളേജ് ചൂസ് ചെയ്ത് പഠിക്കാൻ പോയാൽ നമ്മുടെ കൂട്ടരാണ് നോക്കണം. ഞാൻ കുറെ നാൾ വിശ്വസിച്ച ഒരു കാര്യം, കേരളത്തിൽ ഇപ്പം മെയിൻ ആയിട്ട് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ 3 മതമേ ഉള്ളൂ. പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇതിനകത്ത് തന്നെ ഒരുപാട് ഡിവിഷൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യം. ഞാനിപ്പം എന്റെ കൂട്ടരാണോ, എന്റെ കൂട്ടത്തിലുള്ളതാണോ, ചേരുന്നതാണോ എന്നെല്ലാം പിടിച്ചു വെച്ച് നോക്കിയിട്ട് ഒരു ഫ്രണ്ടിനെ ചൂസ് ചെയ്യാം. ആ ഫ്രണ്ടിനെ ചീറ്റ് ചെയ്യില്ല എന്ന് വല്ല ഉറപ്പുണ്ടോ? കല്യാണത്തിന് ഫോളോ ചെയ്യുന്ന സെയിം സിസ്റ്റം. കല്യാണം എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മുടെ കൂട്ടരാണോ, നമ്മുടെ ജാതിയാണോ, അങ്ങനെ സ്വത്ത്, മുതലേ, പണം എല്ലാം നോക്കണമല്ലോ ഇവർക്ക്. കറക്റ്റ് മാച്ചിങ് വരുമ്പോൾ ഇത് കിട്ടിക്കത്തുള്ളൂ. എന്നിട്ട് ആ മാരേജ് സക്സസ്ഫുൾ ആവുന്ന ഇവർക്ക് പറയാൻ പറ്റുമോ? നമ്മുടെ കൂട്ടരായാൽ മതി, ബാക്കി എല്ലാം ഓക്കെയാണ്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കുന്ന ആൾ വേറൊരു കൂട്ടത്തിലുള്ളതാണെങ്കിൽ അവൻ കൊള്ളത്തില്ല. അവനിപ്പോ എത്ര പെർഫെക്റ്റ് ആണ്, അവന്റെ ഫാമിലി എത്ര പെർഫെക്റ്റ് ആണ്, അവന് ജോലിയുണ്ട്, അത് ഇത് ഇതിന് അവൻ കളക്ടറാന്ന് പറഞ്ഞാൽ പോലും ഇവർ അറിയത്തരത്തില്ല. കാരണം നമ്മുടെ കൂട്ടരല്ല. ഈ ഒരു ജനറേഷനിൽ നിന്ന് പിള്ളേർക്ക് അത് അത്രയും ഇല്ല. പക്ഷെ ഒരു ജനറേഷൻ ബാക്കിലുള്ളവർക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ കൂട്ടർ എന്നുള്ളൊരു സാധനം ഹിറ്റ് ചെയ്യുന്നുണ്ട്. ഇവൻ ചാവാൻ കിടക്കുവാണെങ്കിൽ പോലും അവർ പറയും, നമ്മുടെ കൂട്ടരുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മതി മോളെ. അയ്യോ നീ പ്രസവിച്ചത് മറ്റേ ഹോസ്പിറ്റലാണ്, അയ്യോ അത് അവരെ മറ്റേ ഇവരുടെ ഹോസ്പിറ്റലാണ്, നമ്മുടെ കൂട്ടരുടെ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നില്ല അപ്പുറത്ത്, എന്തുകൊണ്ട് അവിടെ പോയില്ല പ്രസവത്തിന്? നിങ്ങളുടെ കുടുംബത്തിൽ ഇതിൽ ആന്റിമാരുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടരാണോ, നമ്മുടെ കൂട്ടരാണോ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നവര്, എനിക്ക് ഇതിലൂടെയൊക്കെ ഒന്നേ പറയാനുള്ളൂ. നമ്മൾ ചാവാൻ കിടക്കുന്ന നേരത്തെ നമുക്ക് ബ്ലഡ് വരാൻ വരുന്നത് നമ്മുടെ കൂട്ടരാണോ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. മേ ബി നോക്കുന്നവരുണ്ടായിരിക്കും. നമ്മൾ വയ്യാണ്ടിരിക്കുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വരുന്ന ഓട്ടോക്കാർ നമ്മുടെ കൂട്ടരാണോ നോക്കൂ. നമ്മള് ആക്സിഡന്റ് ആയി റോഡിൽ കിടന്ന സമയത്ത് നമ്മളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വരുന്ന ആംബുലൻസ് ഡ്രൈവർ നമ്മുടെ കൂട്ടരാണോ നിങ്ങൾ നോക്കൂ. ഈ നമ്മുടെ കൂട്ടർ നോക്കി റീസെന്റ് ഇലക്ഷന് വോട്ട് ചെയ്തവരെ ഉണ്ടാവും. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ ഇങ്ങനെ നമ്മുടെ കൂട്ടരാണോ എന്ന് ചോദിച്ചിട്ട് ആരുടെങ്കിലും അടുത്തുനിന്ന് എന്തെങ്കിലും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് ഭയങ്കര ബാഡ് ആട്ടോ ഈ സാധനം. ഭയങ്കരമായിട്ട് ബാഡ് അടിക്കുന്നു. നമ്മളെ തന്നെ ചെക്ക് ചെയ്യുന്ന പോലെ ഒരു അവസ്ഥയായിരിക്കും. എന്തോ നടക്കുന്നത്, എന്തോ എന്റെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്.